Hello guys, welcome back to Kutti Strips. So here we are in the most vibrant place, Goa. So നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മഡ് ഗോവ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ബാംഗ്ലൂർ. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്, വിച്ച് ഇസ് ഇൻ സൗത്ത് ഗോവ. ബനോലിയം ബീച്ച് എന്ന് പറഞ്ഞാൽ സൗത്ത് ഗോവയിൽ തന്നെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ബീച്ചാണ്. സൗത്ത് ഗോവ എന്ന് പറയുമ്പോഴത്തേനും നല്ല ബ്യൂട്ടിഫുൾ ബീച്ചസും നല്ല ഗ്രീനറിയും റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ്. സോ ഐ യൂഷ്വലി ട്രാവൽ ടു സൗത്ത് ഗോവ. ഞാൻ ഓരോ ഡിഫറെൻറ്റ് ബീച്ചസാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ദിസ് ടൈം ഇറ്റ് ഈസ് ബനോലിയം ബീച്ച്. സോ ദ മോർണിംഗ് വ്യൂ ഓഫ് ബനോലിയം ബീച്ച് വാസ് so beautiful and after a long time sunrise കാണാൻ പറ്റി. ആൻഡ് ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത ബീച്ചസ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ അവിടെ ഒത്തിരി കാണാൻ പറ്റുമായിരുന്നു. സ്റ്റാർ ഫിഷ്, ക്രാബ്സ്, പിന്നെ ഒരു ലോങ് ആയിട്ടുള്ള സാധനം, അതിൻ്റെ പേരറിയില്ല, ബട്ട് ഇറ്റ്സ് എ ക്രാബ് വെറൈറ്റി. ഈ ഒരു സ്ഥലത്തിന് എനിക്ക് വളരെ അടുത്ത് കിട്ടി. അതിൻ്റെ ലൈവായിട്ടുള്ള ഒരു പാട്ട് കാണാൻ പറ്റി. ഞാൻ എപ്പോഴും അതിനെ അല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഷെല്ല് മാത്രമേ കാണാറുള്ളൂ, പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ നല്ല ലൈവായിട്ട്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ബീച്ചിലെത്തിയത് കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ട് യൂഷ്വലി കാണാത്ത പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫിഷിംഗ് ബോട്ടിൽ നിന്ന് ഒരു ഫിഷിനെയൊക്കെ എടുത്തതിന് ശേഷം നെറ്റെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ നെറ്റിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു, വേസ്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കാക്കയും പട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കൊണ്ടുപോയതിൻ്റെ ബാലൻസ് വേസ്റ്റ് ആയിട്ടുള്ള അവരൊക്കെ മാറ്റിയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കുറേ മിക്സഡ് ആയിട്ടുള്ള കുറേ ഫിഷസ്, പിന്നെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൊട്ടയിലാണെങ്കിലും ക്രാബും അങ്ങനെയുള്ളതൊക്കെ അവർ അതായത് മെയിനായിട്ട് ട്രാൻസ്ഫർ ചെയ്തതിനകത്ത് കൊണ്ടുപോകാത്തതായിട്ടുള്ള സാധനങ്ങളായിരിക്കാം ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്കും അതൊക്കെ എടുത്ത് നോക്കാനും കാണാനും ഒക്കെ പറ്റി. ഞാൻ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഫിഷിംഗ് ബോട്ട് വന്നിട്ടുള്ള ഇങ്ങനത്തെ കാഴ്ചകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല മുമ്പ്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മോർണിംഗ് ഫ്രഷ് വ്യൂസ്. ബീച്ച് വൈബിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു ബീച്ച് വ്യൂ എല്ലാം കണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഈ ചേച്ചി ഈ ഒരു സംഭവമായിട്ട് വരുന്നത്. അങ്ങനെ എൻ്റെ തലയിലും പണിതു ഒരു താജ്മഹൽ. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് തന്നെ. പിന്നെ ഈ ഒരു സ്റ്റാർ ഫിഷിനെയൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് കൂടുതലായിട്ട് ബീച്ച് സൈഡിൽ കാണാൻ പറ്റി. എല്ലാം ഇങ്ങനെ മണ്ണിൽ തറഞ്ഞ് മണ്ണാണ് മുകളിൽ കാണുന്നത്, പക്ഷെ നമ്മളതിങ്ങനെ കുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർ ഫിഷിനെ കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു ബനോലിയം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എല്ലാവരുടെയും കൂടെ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് ഗോവയിൽ പോകുന്നത്, എവിടേക്ക് പോയിട്ടുണ്ട്, ഏതാണ് ബെസ്റ്റ് ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ യൂഷ്വലി പ്രിഫർ സൗത്ത് ഗോവ. സൗത്ത് ഗോവയിൽ ഒരുപാട് ബീച്ചസ് ഉണ്ട്, വിച്ച് ഈസ് ഫുള്ളി പീസ്ഫുൾ, ലെസ് ക്രൗഡ് ആൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബീച്ചസ് നമുക്ക് സൗത്ത് ഗോവയിലാണുള്ളത്. നോർത്ത് ഗോവയിൽ കുറച്ചുകൂടി ഭയങ്കര ബിസി ആയിട്ടുള്ള ഹാപ്പനിങ് ആയിട്ടുള്ള കുറച്ച് ക്രൗഡഡ് ആയിട്ട് തന്നെയുള്ള ബീച്ചസാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്.
നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും രണ്ടും മഡ്ഗോവയാണ് വരുന്നത്. അവിടുന്ന് വളരെ നിയറാണ് സൗത്ത് ഗോവ. ബീച്ചസ് അനുസരിച്ച് പിന്നെ കുറച്ച് ദൂരം കൂടും. പക്ഷേ ബനോലിയം ബീച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഒരു 5 കിലോമീറ്ററിൽ താഴെയുള്ള ഡിസ്റ്റൻസിലാണുള്ളത്. നമുക്കൊരു ഓട്ടോയ്ക്കൊക്കെ പോവാം. പിന്നെ ഒരുപാട് സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്കൂട്ടി എല്ലാം റെൻ്റ് എടുത്തിട്ട് വരാം. അറൗണ്ട് ലൈക്ക് 600 നമുക്ക് 1 ഡേ ഉള്ള റെൻറ്റിലൊക്കെ നമുക്ക് സ്കൂട്ടീസ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൗഡഡും അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടായിട്ടുള്ള പാർട്ടി അങ്ങനെയൊന്നും അധികം കാണില്ല. നമ്മൾ നോർത്ത് ഗോവയിലാണെങ്കിൽ കുറേ പാർട്ടി സ്പേസസ് നമുക്ക് കിട്ടും. ഇവിടെ ആകുമ്പോൾ അത്രയില്ല, ബട്ട് സ്റ്റിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അത് ബേസ്ഡ് ഓൺ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അത് സൗത്ത് നോർത്തൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് സൗത്ത് ഗോവയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ബീച്ചസാണ് പലോലം ബീച്ച്, അഗോഡ ബീച്ച്, കോൽവ ബീച്ച് ആൻഡ് ഇപ്പോൾ എനിക്ക് ബനോലിയം ബീച്ചും ഒരു ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ വിസിറ്റിംഗ് ഗോവ പ്ലീസ് ഡു കൺസിഡർ ഓൾ ദീസ് ബീച്ച് ഇഫ് യു ലൈക്ക് എ റിലാക്സ്ഡ് പ്ലേസ്. അപ്പോൾ നമുക്കൊരു വീക്കെൻഡ് പീസ്ഫുൾ ഔട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സോ അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം. If you guys like Benoleum Beach, please do subscribe and like to my video. So stay tuned. See you in next part of Goa vlog. Bye bye and take care from Kutis Tips.